മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രേക്ഷിതരെ, നോയമ്പിൻ്റെ ഏറ്റവും സമാപ്തിയിലേക്ക്, വെള്ളിയാഴ്ചയിലെ വലിയ വിശുദ്ധിയിലേക്ക് പ്രാർത്ഥനാപൂർവം കൈകളിലെ കുരുത്തോലയേന്തി ഈശോയാണ് ലോകത്തിന്റെ മിശിഹ എന്ന് ഏറ്റുപറഞ്ഞ് ഓശാന തിരുനാളിൽ ഭക്തിസാന്ദ്രമായി നമ്മൾ പങ്കെടുത്ത് ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ, ഈശോയുടെ സഹനത്തിൻ്റെ, കുരിശ് മരണത്തിൻ്റെ വേദനയിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിക്കുന്ന ഈ നല്ല സന്ദർഭത്തില് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രാർത്ഥനാ ആലയത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് നമ്മുടെ ഹൃദയത്തെ ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ ഹൃദയനാഥനായ ഈശോയെ നാം എല്ലാവരും സ്വീകരിക്കുമ്പോൾ ഉത്ഥാനത്തിന്റെ വലിയ പ്രത്യാശ, പുനരുത്ഥാനത്തിലുള്ള നമ്മുടെ ജീവിതത്തെ നമുക്ക് പൂർണ്ണമായിട്ടും ദൈവത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ പീഡാനുഭവ വേളയെ നമ്മളെല്ലാവരും ഏറ്റവും ഭക്തിയോടെ ഓർക്കുമ്പോൾ ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ചേർന്ന് നിന്ന ഈശോയുടെ അത്ഭുത പ്രവർത്തനങ്ങളിലെ, ഈശോയുടെ ശിഷ്യത്വത്തിലെ, ഈശോയുടെ ജീവിതം മുഴുവനിലും ഏറ്റവും അടുത്ത് അനുകരിച്ച ശിഷ്യപ്രമുഖനായ പത്രോസ്ലീഹായെ കുറിച്ച്, ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ, ഈശോ കേപ്പ പാറ എന്ന് വിളിച്ചുകൊണ്ട് തൻ്റെ സഭ സ്ഥാപിച്ച പത്രോസ്ലീഹായെ അല്പം നമുക്കൊന്ന് നമ്മുടെ ജീവിതവും ചേർത്ത് വെച്ചൊന്ന് നമുക്കൊന്ന് ധ്യാനിക്കാം. ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു. ഈശോയുടെ നിർണായക നിമിഷങ്ങളിലെ അത്ഭുത പ്രവർത്തനങ്ങളൊക്കെ ഈശോ കൂടെ കൂട്ടി ഈശോ തൻ്റെ സഭ സ്ഥാപിച്ചു. പക്ഷേ ഏറ്റവും ഒടുവില് ആ ശിഷ്യൻ ഈശോയെ തള്ളിപ്പറയുന്നുണ്ട്. വചനത്തിലെ ഈശോ വലിയ സ്നേഹത്തോടെ, തീഷ്ണതയോട് കൂടിയിട്ട് തന്നെ തള്ളിപ്പറയുമെന്ന് അറിഞ്ഞിട്ടും പത്രോസ്ലീഹായോട് വീണ്ടും വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ്ലീഹ മറുപടി പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വീണ്ടും ഈശോ ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ്ലീഹ തന്നെ സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈശോ വീണ്ടും പത്രോസ്ലീഹായോട് ചോദിക്കുമ്പോൾ തെല്ലു വിഷമത്തോടെ എല്ലാം അറിയുന്ന ആ ദൈവത്തിന്റെ സന്നിധിയിലെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പത്രോസ്ലീഹ പറയുന്നുണ്ട്, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. ഈശോ പറയുകയാണ്, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈശോയുടെ ഈ പീഡാനുഭവ മരണത്തെ നമ്മൾ ധ്യാനിക്കുന്ന
ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യരാകുവാൻ ആഗ്രഹിക്കുന്ന, ഈശോയെ സ്വന്തമാക്കുവാൻ, ഈശോയുടെ സ്നേഹത്തെ പ്രതി ഈ ദേവാലയത്തിലെ, ഈ പ്രാർത്ഥനാലയത്തിലെ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ആ ഈശോ നമ്മോടും ഈ ഒരു ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ: നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹമുള്ളവരെ, എന്തുത്തരമാണ് ഈശോ ചോദിക്കുന്ന ഈ ചോദ്യത്തിന്റെ മുമ്പില് നമുക്ക് മറുപടി പറയാനായിട്ടുള്ളത്? ഈശോയെ അടുത്ത് അനുകരിച്ചിട്ടും ഈ സഹനങ്ങള്, വേദനകളൊക്കെ കടന്നു വരുമ്പോൾ ആ ഈശോയെ മറന്നുകൊണ്ട് നമ്മളും നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, സഹനത്തിന്റെ വേളയിലെ എല്ലാ ശിഷ്യന്മാരും ഈശോയെ ഉപേക്ഷിച്ച് ഈശോയുടെ കുരിശിന്റെ മാർഗം അനുകരിക്കാനായിട്ട് ആഗ്രഹിക്കാതെ പോകുമ്പോൾ, അവിടെയാണ് നമ്മെ സ്നേഹിക്കുന്ന, നമുക്കായിട്ട് കാൽവരിയിലെ ബലിയർപ്പിച്ച, നമ്മെ രക്ഷിച്ച ഈശോയ്ക്ക് നമ്മോട് ചോദിക്കാനുള്ളത്: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ എത്രമാത്രം ഈശോയെ സ്നേഹിക്കുന്നു? പത്രോസ്ലീഹായുടെ വേറൊരു അനുഭവം നമ്മൾ കാണുന്നുണ്ട്. ഈശോനാഥൻ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്: ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുക? ജനങ്ങൾ എന്താണ് എന്നെ കുറിച്ച് പറയുന്നത്? ശിഷ്യന്മാരൊക്കെ പറഞ്ഞു: നീ ഏലിയാണ്, പ്രവാചകന്മാരിൽ ഒരുവനാണ്, സ്നാപയോഹനാനാണ് എന്നൊക്കെയാണ് നിന്നെ കുറിച്ച് മറ്റുള്ളവരെ പറയുക. ഈശോ വീണ്ടും തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് ചേർത്ത് പിടിച്ച് ചോദിച്ചു: എങ്കിലേ ഞാൻ നിങ്ങൾക്ക് ആരാണ്? ആ ചോദ്യത്തിന് മുമ്പിലെ നിശബ്ദമായിരിക്കുന്ന ശിഷ്യ സമൂഹത്തിന്റെ ഒരു വലിയ മുഖം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈശോ അത്രമാത്രം സ്നേഹിച്ചിട്ടും, ഈശോ കൂടെ ഉണ്ടായിരുന്നിട്ടും, ഈശോ ആരാണെന്നുള്ള ചോദ്യം ശിഷ്യന്മാരുടെ മുമ്പില് ഒരു മറുപടിയും ഇല്ലാത്ത ചോദ്യമായിട്ട് അവശേഷിക്കുമ്പോൾ, ശിഷ്യപ്രമുഖനായ പത്രോസ്ലീഹ പറയുന്നുണ്ട്: നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഏറ്റുപറയുന്ന പത്രോസ്ലീഹായെ ഈശോ എടുക്കുകയാണ്. മാംസരക്തങ്ങളല്ല, സ്വർഗസ്നായ പിതാവാണ് നിനക്ക് അത് വെളിപ്പെടുത്തി തന്നത്. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. നീ ഖേപ്പയാണ്, പാറയാണ്, നിന്റെ മേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. അത് പ്രിയമുള്ളവരെ, പത്രോസ്ലീഹായുടെ വലിയ ഒരു അനുഭവം. ഈശോ ആരാണെന്ന് ഹൃദയം തൊട്ട് പറയുന്ന പത്രോസ്ലീഹ, ഈശോ വീണ്ടും വീണ്ടും ചോദിക്കുന്ന ചോദ്യത്തിന്റെ മുമ്പിലെ, നീ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് മുമ്പിലെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ആത്മാർത്ഥമായി പറഞ്ഞ അതേ പത്രോസ്ലീഹ, സ്നേഹമുള്ളവരെ, സഹനത്തിന്റെ മുമ്പിലെ പതറിപ്പോകുകയാണ്. ഈശോയെ 3 പ്രാവശ്യം ഏറ്റുപറഞ്ഞ അതേ പത്രോസ് ഈശോയെ 3 പ്രാവശ്യം തള്ളിപ്പറയുക. സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ ജീവിതം ഒന്ന് വെച്ച് നോക്കാം. ഇത്രമാത്രം ഈശോയെ അനുകരിച്ച പത്രോസ്ലീഹ പോലും ഈശോയെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിലേ, ഈശോയെ മറന്നു പോയിട്ടുണ്ടെങ്കിലേ, നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ എപ്രകാരമാണ്? ആവശ്യങ്ങളിൽ മാത്രം ഈശോയെ കൂട്ടുപിടിക്കുകയും നമുക്ക് ലഭിക്കാത്ത അനുഗ്രഹങ്ങളെ പ്രതി ദൈവത്തിന് മുമ്പിൽ പഴി പറയുകയും വേദനിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന നമ്മുടെ ഈ ജീവിതത്തിന്റെ മുമ്പിലെ ഈശോയെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണോ എന്നുകൂടി നമുക്കൊന്ന് ചിന്തിക്കാം. സ്നേഹമുള്ളവരെ, പത്രോസ്ലീഹ തള്ളി പറഞ്ഞെങ്കിലും, പത്രോസ്ലീഹായ ഈശോയെ വേദനിപ്പിച്ചെങ്കിലും നമ്മൾ കാണുന്നുണ്ട് ഈശോയുടെ
പീഡാനുഭവ മരണ ഉത്ഥാനത്തിന് ശേഷം വീണ്ടും പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേലെ ഇറങ്ങി വരുമ്പോൾ തള്ളിപ്പറഞ്ഞ അതേ പത്രോസ് ആ ജനങ്ങളുടെ മുമ്പില് പെന്തക്കോസ്ത് തിരുനാൾ പങ്കെടുക്കാനെത്തിയ ആയിരക്കണക്കിന് യഹൂദ വിശ്വാസികളുടെ മുമ്പില് സധൈര്യം ഏറ്റുപറയുന്നുണ്ട്, നീയാണ് മിശിഹ, ഞങ്ങൾക്കൊന്നും നൽകാനില്ല, പക്ഷേ ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, എഴുന്നേറ്റ് നടക്കുക. ഞാൻ അനുഗ്രഹിക്കുന്നത് ഞാനല്ല, മറിച്ച് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ പോലെ മരിക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് തലക്കീഴായി കുരിശുമരണം ഏറ്റുവാങ്ങി സഭയുടെ തലവനായി വിശ്വാസികളുടെ പിതാവായി മാറിയ പത്രോസ്ലീഹായുടെ മുഖം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ഉത്ഥാനത്തിലൂടെ ഈശോയുടെ പീഡാനുഭവ മരണത്തെ കടന്നു പോകുമ്പോൾ പ്രത്യാശയോടുകൂടി ഈശോയുടെ കുരിശിനെ കാണാനായിട്ട് സാധിക്കാം. പരാതിയും പരിഭവവുമില്ലാതെ കുരിശുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകാതെ കുരിശുകളെ സധൈര്യം ഏറ്റെടുത്തുകൊണ്ട് ആ കുരിശിന്റെ മുമ്പിലെ നമ്മെ തന്നെ ഈശോയ്ക്ക് സമർപ്പിച്ച് ഉത്ഥാനത്തിലെ വലിയ പ്രതീക്ഷയില് പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്താല് പത്രോസ് വീണ്ടും ഈശോയിലേക്ക് തിരിച്ചു വന്നതുപോലെ നമുക്കും വീണ്ടും തിരിച്ചു വരുവാനായിട്ടുള്ള ഒരു സമയമായിട്ട് ഈ വലിയ ആഴ്ച നമുക്ക് മാറ്റാം. കുറച്ചുകൂടി തീക്ഷ്ണമായിട്ട് ആ ഈശോയുടെ ആ ചോദ്യം നമ്മുടെ ഹൃദയങ്ങളിലെ, നമ്മുടെ കർണപടങ്ങളിലെ മുഴുകട്ടെ. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ആഴമായുള്ള ബോധ്യത്തോടെ നമുക്ക് പറയാം, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈശോ ചോദിക്കുകയാണ്, നിനക്ക് ഞാൻ ആരാണ്? ഹൃദയത്തിൽ തട്ടി പറയാം, ഈശോ എൻ്റെ എല്ലാമാണ്. ആ ഈശോയെ അനുഭവിച്ച് ഈശോയെ സ്വന്തമാക്കിക്കൊണ്ട് വീണ്ടും ഈശോയിലേക്ക് തിരിച്ചു വന്ന് സഹനത്തെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിലെ കുരിശുകൾ സന്തോഷപൂർവ്വം സ്വീകരിച്ച് ബലിയായി തീർന്ന് കുടുംബത്തിന് പ്രിയപ്പെട്ടവർക്ക് ബലിയായി മാറി നമുക്കും പത്രോസ്ലീഹായെ പോലെ ഈശോയുടെ കുരിശിനെ പുലുകാം. അങ്ങനെ നമ്മുടെ ഈ ജീവിതം ഈശോയ്ക്ക് സാക്ഷ്യമായിട്ട് തീരാം. അതിന് വേണ്ട കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ഏറ്റവും വലിയ ഒരുക്കത്തോടെ നമുക്ക് വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കാം. അതിന് വേണ്ട കൃപയ്ക്കായി ദൈവത്തോട് നമുക്ക് യാചിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന്